ഏത് പത്രം നോക്കിയാലും ഇപ്പം എല്ലായിടത്തും വിഴിഞ്ഞ പോർട്ടാണ്. ഈയിടയ്ക്കാണ് വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനലിൽ ആദ്യത്തെ മദർഷിപ്പായ 300 മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ വന്നത്. നമുക്കപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് കൂടുതലറിയാം. വിഴിഞ്ഞം പോർട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ദിവാൻ SSCPയുടെ കാലത്ത് തന്നെയാണ് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇനീഷ്യൽ കോൺസെപ്റ്റ് വരുന്നത്. പക്ഷേ പല ഗവൺമെൻറ്റുകൾ കടന്നു പോകും. അവസാനം 2015 കേരള സർക്കാർ അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്യുന്നു. അതിന് 2016 വിഴിഞ്ഞം പോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം 9,000 crore rupees ആണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്. Honorable Chief Minister of Kerala, Sri Oman Chandi ji, Honorable Union Minister of Road Transport, Highways and Shipping, Sri Nitin Gadkari ji. മറ്റൊരു കാര്യം, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസിൻ്റെ ഏറ്റവും അടുത്താണ് വിഴിഞ്ഞം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് വിഴിഞ്ഞം പോർട്ടുള്ളത്. വിഴിഞ്ഞത്തിൻ്റെ ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ആഴം, ഡെപ്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദുബായ്, കൊളംബോ, സിംഗപ്പൂർ ഇങ്ങനത്തെ പോർട്ടുകളൊക്കെ എടുക്കുമ്പോൾ അവരുടെ നാച്ചുറൽ ഡെപ്ത് വരുന്നത് ഏകദേശം 11, 12, 13 മീറ്ററൊക്കെയാണ്. അതിനെയാണ് അവർ ഡ്രെഡ്ജ് ചെയ്ത് ആർട്ടിഫിഷ്യലി ആഴം കൂട്ടി ഏകദേശം 18, 19, 20 മീറ്റേഴ്സ് വരെ എത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്ത് നാച്ചുറൽ ഡെപ്ത് തന്നെ ഏകദേശം 20 മീറ്റേഴ്സാണ്. അപ്പോൾ അതിനെ പിന്നെയും കുറച്ചുകൂടെ ഡ്രെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ സാൻ ഫെർണാണ്ടോ അല്ല, അതിൻ്റെ മുകളിലുള്ള വലിയ വലിയ കപ്പലുകൾക്ക് വരെ അവിടെ വന്ന് ആങ്കർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് പത്രം തുറന്ന് നോക്കിയാലും അതിനകത്ത് നിറയെ വിഴിഞ്ഞം പോർട്ടും ഒക്കെയാണ്. അപ്പോൾ ഈ ആഴവും ഈ പറഞ്ഞ ലൊക്കേഷന് മാത്രമല്ല വേറെ പല അഡ്വാൻറ്റേജസും വിഴിഞ്ഞത്തിനുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയുടെ 75% ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പോർട്ടുകളാണ്. അപ്പോൾ ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അത് മാത്രമല്ല അറൗണ്ട് 5,000 എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ടാവും, വൈഡർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് നമുക്ക് കൂടുതലായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് വിഴിഞ്ഞം വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല ഈ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺസിൽ ഒന്നായിരിക്കും. മറ്റൊരു എക്സ്പ്ലെയിനർ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.